നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ പരീക്ഷകൾക്ക് മാത്രമല്ല, ഭാവിയിൽ ഏതു ജോലിക്ക് പോയാലും ഒരു ബിസിനസ് എങ്ങനെയാണ് ശരിയായി മുന്നോട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് അത്യാവശ്യമാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് ഡോക്യുമെന്റേഷനെക്കുറിച്ചാണ്. അതെ, ഇതെങ്ങനെയാണ് ഒരു ബിസിനസിന്റെ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷമൊന്ന് ആലോചിച്ച് നോക്കിയേ. കപ്പിത്താനില്ലാത്ത ഒരു കപ്പൽ, അതിനെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒരു നിയന്ത്രണവുമില്ല, അല്ലേ? കടലിൽ അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കും, ഒരു പൂർണ്ണമായ ആശയക്കുഴപ്പം. അതുപോലെ തന്നെയാണ് കൃത്യമായ രേഖകളില്ലാത്ത ഒരു ബിസിനസ്സും. എവിടെ നിന്ന് തുടങ്ങി, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു ധാരണയുമുണ്ടാവില്ല. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വെറും ഊഹങ്ങളായിരിക്കും. അത് തീർച്ചയായും ആ ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കും. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള ഉത്തരമാണ് ബിസിനസ് ഡോക്യുമെന്റേഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ഇടപാടുകളും, പ്രവർത്തനങ്ങളും, സംഭാഷണങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്പനിയുടെ ഓർമ്മയാണ്, വഴികാട്ടിയാണ്, എന്തിനും ഒരു തെളിവാണ്. ആ കപ്പലിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന കപ്പിത്താനാണ് ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാകും, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ രേഖപ്പെടുത്തി വെക്കേണ്ടത്? പണത്തിന്റെ കണക്ക് മാത്രം മതിയോ? ഒരിക്കലുമല്ല. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നല്ല ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഒരു ബിസിനസ്സിന്റെ എല്ലാ മേഖലകളെയും കവർ ചെയ്യും. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു മുഴുവനായ ചിത്രം കിട്ടുകയുള്ളൂ. നമുക്കിതിനെ പ്രധാനമായും 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്. ഇത് സിമ്പിളാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ല് പോലെ. പണം എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ. അടുത്തത് ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്, അതായത് നിയമപരമായ കരാറുകളും ലൈസൻസുകളും. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഇമെയിലുകൾ, മീറ്റിംഗിന്റെ മിനിറ്റ്സ്, അങ്ങനെയെല്ലാം വരും. നാലാമതായി ഓപ്പറേഷണൽ ഡോക്യുമെന്റ്സ്, അതായത് ദൈനംദിന ജോലികളുടെ ഫയലുകളും റിപ്പോർട്ടുകളും, നിങ്ങളുടെ പ്രോജക്റ്റ് ഫയലുകൾ പോലെ. അവസാനമായി കംപ്ലയൻസ് ഡോക്യുമെന്റ്സ്, ബിസിനസ് എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ, ഉദാഹരണത്തിന് ടാക്സ് ഫയലിംഗ് റിപ്പോർട്ടുകൾ. ശരി, അപ്പോൾ ഈ രേഖകളെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? പോരാ. അവ ശരിക്കും ഉപയോഗപ്രദമാകണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം. നമുക്കിതിനെ ഡോക്യുമെന്റേഷന്റെ സുവർണ നിയമങ്ങൾ അഥവാ ഗോൾഡൻ റൂൾസ് എന്ന് വിളിക്കാം. ഈ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് ഒരു കെട്ട് പേപ്പറുകൾ ഒരു ശക്തമായ ബിസിനസ് ടൂളായി മാറുന്നത്. പരീക്ഷയ്ക്കിത് ഓർത്തുവെക്കേണ്ടത് വളരെ പ്രധാനമാണ്. 6 പ്രധാനപ്പെട്ട തത്വങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. 1. ആക്യുറസി, അതായത് കൃത്യത. 1 രൂപയുടെ കണക്കിൽ പോലും തെറ്റ് വരാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ തെറ്റ് എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന്. 2. കംപ്ലീറ്റ്നെസ്, ഒരു വിവരവും വിട്ടുപോകരുത്. 3. ടൈം ലൈനസ്, കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തണം, മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല. 4. ലീഗൽ കംപ്ലയൻസ്, എല്ലാ നിയമങ്ങളും പാലിക്കണം. അവസാനത്തെ 2 വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്സസിബിലിറ്റി, അതായത് അധികാരപ്പെട്ടവർക്ക് എളുപ്പത്തിൽ രേഖകൾ കണ്ടെത്താൻ കഴിയണം. അതേസമയം തന്നെ സെക്യൂരിറ്റിയും വേണം, അതായത് ആവശ്യമില്ലാത്തവരുടെ കയ്യിലിത് കിട്ടാനും പാടില്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പ്രധാനപ്പെട്ട രേഖകളെല്ലാം ഉണ്ട്. ഇനി അടുത്ത പടി എന്താണ്? ഇതെല്ലാം കൂടി ഒരു അലമാരയിൽ വാരിവലിച്ചിടാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഫയലിംഗിന്റെ പ്രാധാന്യം വരുന്നത്. ഈ ഡോക്യുമെന്റ്സിനെ എല്ലാം കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണിത്. എന്താണ് ഫയലിംഗ്? വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഡോക്യുമെന്റുകളെല്ലാം ചിട്ടയായി ക്രമീകരിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു രീതിയാണിത്. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഫയൽ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഓരോ വിഷയത്തിന്റെ നോട്ടുകളും ഓരോ ഫയലിലാക്കി വയ്ക്കാറില്ലേ? അതുതന്നെയാണ് സംഭവം. ഇത് നമ്മുടെ ഒരുപാട് സമയവും ടെൻഷനും കുറയ്ക്കും. സാധാരണയായി 3 തരം ഫയലിംഗ് സിസ്റ്റങ്ങളാണുള്ളത്. ആൽഫബറ്റിക്കൽ സിസ്റ്റം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങളുടെ ഫോണിലെ കോൺടാക്റ്റുകൾ പോലെ എ മുതൽ സെഡ് വരെയുള്ള ക്രമത്തിൽ. രണ്ടാമത്തത് ന്യൂമറിക്കൽ സിസ്റ്റം. ഓരോ ഫയലിനും ഓരോ നമ്പർ കൊടുക്കും. ഒരു ആശുപത്രിയിൽ ഓരോ രോഗിക്കും ഓരോ യുണീക്ക് ID നമ്പർ കൊടുക്കുന്നില്ലേ? അതുപോലെ ഒരുപാട് ഫയലുകളുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. മൂന്നാമത്തത് ക്രോണോളജിക്കൽ സിസ്റ്റം, അതായത് തീയതിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നത്. നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ ഗാലറി ഓർത്തു നോക്കൂ, ഏറ്റവും പുതിയ ഫോട്ടോ ആദ്യം കാണുന്നില്ലേ? അതുതന്നെ. ശരി, ഈ ഫയലുകളെല്ലാം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതിന് 2 വഴികളുണ്ട്. ഒന്നാമത്തത് സെൻട്രലൈസ്ഡ് ഫയലിംഗ്. ഇത് നമ്മുടെ കോളേജിലെ സെൻട്രൽ ലൈബ്രറി പോലെയാണ്. എല്ലാ പുസ്തകങ്ങളും ഒരിടത്ത് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷേ നമുക്ക് അവിടെ വരെ പോകണം. രണ്ടാമത്തെ രീതി ഡീസെൻട്രലൈസ്ഡ് ഫയലിംഗ് ആണ്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ ഒരു ചെറിയ ലൈബ്രറി ഉള്ളതുപോലെയാണ്. അവർക്കാവശ്യമുള്ള പുസ്തകങ്ങൾ പെട്ടെന്നെടുക്കാം. പക്ഷേ പലപ്പോഴും ഒരേ പുസ്തകം പല ഡിപ്പാർട്ട്മെന്റുകളിലുണ്ടാവും. ഒരു പൊതുവായ ക്രമവും ഉണ്ടാവില്ല. ഒരു നല്ല ഫയലിംഗ് സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ആയിരക്കണക്കിന് ഫയലുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ട ഒരൊറ്റ ഫയൽ എങ്ങനെ കൃത്യമായി കണ്ടുപിടിക്കും? അതിന് നമുക്കൊരു സ്പെഷ്യൽ ടൂൾ വേണം. അതിന്റെ പേരാണ് ഇൻഡെക്സിംഗ്. എന്താണ് ഇൻഡെക്സിംഗ്?
ഇത് നിങ്ങളുടെ ഫയലിംഗ് സിസ്റ്റത്തിന്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാക്കുന്നത് പോലെയാണ്. ഏത് ഫയൽ എവിടെയുണ്ടെന്ന് ഇത് കൃത്യമായി പറഞ്ഞുതരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ഇൻഡെക്സ് പേജ് കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേക ടോപ്പിക് ഏത് പേജിലാണെന്ന് നമ്മൾ അവിടെ നോക്കിയല്ലേ കണ്ടുപിടിക്കുന്നത്. അതുതന്നെയാണ് ഇൻഡെക്സിംഗ്. ഇത് നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാൻ സഹായിക്കും. ഇൻഡെക്സിംഗും കാലത്തിനനുസരിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയകാലത്ത് കാർഡ് ഇൻഡെക്സിംഗ് ആയിരുന്നു, പഴയ ലൈബ്രറികളിലൊക്കെ കാണുന്ന ചെറിയ കാർഡുകൾ വെച്ചുള്ള സിസ്റ്റം. എന്നാൽ ഇന്നത്തെ രീതി ഇലക്ട്രോണിക് ഇൻഡെക്സിംഗ് ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സെർച്ച് ബാറില്ലേ, അത് തന്നെ. നമ്മളൊരു വാക്ക് ടൈപ്പ് ചെയ്യുന്നു, 1 സെക്കൻഡിനുള്ളിൽ ആ ഫയൽ നമ്മുടെ മുന്നിലെത്തുന്നു. ഇത് വളരെ വേഗതയേറിയതും എളുപ്പവുമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡോക്യുമെന്റേഷൻ, ഫയലിംഗ്, ഇൻഡെക്സിംഗ് ഇതെല്ലാം ചർച്ച ചെയ്തു. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇതൊക്കെ ഒരു ബിസിനസ്സിന് എന്തിനാണ്? നിങ്ങളെന്തിനാണ് ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്? നല്ല ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ വന്നാൽ അതൊരു സംരക്ഷണമാണ്. ഊഹങ്ങളുടെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ബിസിനസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, സാമ്പത്തിക കൃത്യത ഉറപ്പാക്കുന്നു, ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുന്നു. അപ്പോൾ നല്ല ഡോക്യുമെന്റേഷൻ എന്നത് വെറുതെ പേപ്പറുകൾ സൂക്ഷിക്കുക എന്നല്ല, അത് ഒരു ബിസിനസ്സിനെ സംരക്ഷിക്കുകയും വളരാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. വിജയകരമായൊരു കമ്പനിയുടെ അടിത്തറയാണത്. അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സംസാരിച്ചത് വലിയ ബിസിനസ്സുകളെക്കുറിച്ചാണെങ്കിലും ഈ തത്വങ്ങളെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിനും ബാധകമാണ്. നിങ്ങളുടെ സ്വന്തം പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പഠന നോട്ടുകൾ, സർട്ടിഫിക്കറ്റുകൾ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് അവയെ കുറച്ചുകൂടി നന്നായി ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ഒരു ചെറിയ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കണ്ടതിന് ഒരുപാട് നന്ദി.